പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി ആരായിരുന്നു? കർണാടക മന്ത്രിയായിരുന്നപ്പോൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാം. രാധാകൃഷ്ണനാണോ? രാജീവ് ഗാന്ധി. ചന്ദ്രപ്പനല്ലേ? നമസ്കാരം. 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം പാവല്ല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അമൃത ഇവൻറ്റ് മാനേജ്മെൻറ്റാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അമൃത കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പലം തട്ടുപാലത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം അമൃത കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. പാവല കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിവാഹ മംഗള കർമ്മങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ്. അവരുടെ മികച്ച സർവീസാണ് അവർ നൽകുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി ആരായിരുന്നു? അച്യുതാനന്ദൻ. പുള്ളി ജീവിച്ചിരിക്കുകയാണ്. മരിച്ചില്ല. കർണാടക ഉമ്മൻചാണ്ടി അല്ല, അച്യുതാനന്ദനെ നമ്മൾ പറയാനേ പാടില്ല. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി ആരായിരുന്നു? അമൃത കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി ആരായിരുന്നു? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി ജോസഫ് ഉണ്ടശ്ശേരിയാണ്. അല്ല, അത്ര പോരല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി ആരായിരുന്നു? പദവിയിലിരുന്ന് അന്തരിച്ച മന്ത്രിയായിരിക്കാണ് അദ്ദേഹം അന്തരിച്ചത്. അത് ആരായിരുന്നു? അത് എനിക്ക് തോന്നുന്നത് ചന്ദ്രപ്പനല്ലേ? അല്ല, സി കെ ചന്ദ്രപ്പൻ. അല്ലല്ല, മന്ത്രി എന്ന പദവിയിലിരിക്കെ. മന്ത്രിയിൽ ആരാ? അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. അമൃത കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. അമൃത കാറ്ററിംഗ് അറിയാം. എങ്ങനെയുണ്ട് അവരുടെ സർവീസൊക്കെ? വളരെ ഫേമസ് ആണ്. നമുക്ക് പുഷ്യരൂക്കിൽ എല്ലാവർക്കും ഫേമസ് ആണ്. പിന്നെ വെളിയിലൊക്കെ ഒരുപാട് പിന്നെ കിട്ടുന്നുണ്ട്. പാറശാല വരെ അവന് കൊല്ലം ഒക്കെ കിട്ടിയതായിട്ട് അറിയാം. ഒരുപാട് വർക്ക് കിട്ടിയത്. കേരളത്തിൽ അങ്ങേറ്റം കൊടുക്കാൻ തയ്യാറുള്ള ടീമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്: പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി ആരായിരുന്നു? പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി. മറ്റേ ഗൗരിയമ്മയുടെ ഭർത്താവാണെന്നാണ് പേര് വിട്ടു, ഇനി വരുന്നില്ല. അതാണെന്നാണ് എൻ്റെ ഉദ്ദേശം. ഇത്തിക്കര പാലം ഉദ്ഘാടനം ചെയ്ത കൊല്ലത്ത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പേര് ഞാൻ ഇനി വരുന്നില്ല. അല്ല, അത് പദവിയിൽ ഇത് ആദ്യ മന്ത്രി ആരാണെന്ന് നമുക്കറിയാമോ? എന്താണ് പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി? അയ്യോ, ആദ്യ മന്ത്രി ചേച്ചിനെ പൊതുമണ്ഡലങ്ങളിൽ പരിചിതമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും പരിചിതമാണ്, സജീവമാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം അമൃത കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി ആരായിരുന്നു?
ആദ്യ മന്ത്രിയാ, മുഖ്യമന്ത്രി അല്ലല്ലോ. അല്ലല്ല, മന്ത്രി. രാധാകൃഷ്ണനാണോ? മന്ത്രി രാധാകൃഷ്ണനാണോ? വർക്കല? അല്ല 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 അല്ല. മുണ്ടശ്ശേരിയാണ്. മുണ്ടശ്ശേരിയല്ല, ജോസഫ് മുണ്ടശ്ശേരി, നമ്മൾ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. കല്ലമ്പലം പാവല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അമൃത കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള മന്ത്രി ആരായിരുന്നു? പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി ആരായിരുന്നു? അറിയില്ല. എനിക്കറിയില്ല. അറിയില്ല. ആ മന്ത്രി ആരെന്ന് അറിയണ്ടേ? ആ. VK വേലപ്പനാണ്. 1962 കേരള സംസ്ഥാനത്തിലെ ആരോഗ്യ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന VK വേലപ്പനാണ് പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.